ഹേയ് ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഗൈസ് കാപ്പി കുടിക്കാനായിട്ടിരുന്നപ്പോൾ കണ്ണന്റെ പൂ ഞങ്ങൾ കണ്ട്. ഇതിനെ കണ്ണപ്പൂ എന്ന് വിളിക്കും ഇപ്പൊ. ഒടിഞ്ഞ റോസ. എല്ലാ ഒടിഞ്ഞ പൂവുകൾക്കും ഞാനുണ്ട്. എടാ അത് രണ്ടെണ്ണം കറക്റ്റ്. എടാ നിന്നെ സമ്മതിച്ചടാ എഡിറ്റർ, നീ എവനെ തന്നെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയത് കണ്ണൻചേട്ടൻ നമ്മള് ശ്രദ്ധിക്കണില്ല. അതല്ലല്ലോ പോയിന്റ്. ശ്രദ്ധിക്കണില്ല. അതല്ലല്ലോ പോയിന്റ്. ഇപ്പൊ കയറി പോകും. അതല്ലല്ലോ പോയിന്റ്. അതല്ലല്ലോ പോയിന്റ്. 3 നീ എന്താ പറഞ്ഞത് പറ. ഒരു ദിവസം ഇങ്ങോട്ട് പറഞ്ഞതിന് തൊട്ട് മുമ്പത്തെ ദിവസം കേട്ടിട്ട് പേഴ്സണലാണോ നോക്കേട്ടാ. അപ്പൊ ഞാനാണെങ്കിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും റൂമിനകത്തേക്കും കിടന്നപ്പോൾ ഒരു ഈച്ച ഇതിലെ കൂടെ ഇങ്ങനെ പറയണം. അപ്പൊ ഞാനാണെങ്കിൽ ഈച്ച അടിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ നിന്ന് വർഷം അതിൽ തുടരുത് എന്താ അതിന്റെ ചോദ്യം പറഞ്ഞു. രാവിലെ മുതൽ എന്റെ കൂടെ നിക്കണ ഈച്ചയാണെന്ന്. ആൾക്കാർക്ക് മനസ്സിലാവും. അന്ന് രാവിലെ ഞാൻ എന്നെ ഉറക്ക എഴുന്നേപ്പിച്ചതേ ആ ഈച്ചയാണെന്ന് ശരിക്കും. ഭയങ്കര സൗണ്ട്. ഞാൻ അടിച്ചു കളഞ്ഞിട്ട് പോണില്ല. എന്നിട്ട് കുറെ നേരം എന്റെ അടുത്ത് കിടന്ന് കറങ്ങണം. ഞാൻ ഇവിടെ തല വെച്ചേക്കണം, ഇപ്പുറത്തെ തലയണയിൽ അതവിടെ കിടന്ന് കറങ്ങണം. എന്നിട്ട് ഞാൻ കഴിക്കാൻ പോവല്ലേ. എന്നിട്ട് ഫുള്ള് നേരം ഞാൻ സിനിമയെ കൈപ്പാട്ടില് കണ്ടോണ്ടിരുന്നപ്പോഴും എന്റെ തോളിലൊക്കെ ഇവിടെയൊക്കെ വന്നിരുന്നു. ഇത് അവള് വിചാരിച്ചത് ഈച്ച സിനിമയിലെ നാനിയാണ്. കാരണം എനിക്ക് കഴിച്ചോണ്ടിരുന്ന വന്ന് കറങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞു എടുക്കല്ലേ എന്നൊക്കെ. അത് നാനി ഈച്ച. ഇത് ഏതാ ഛർദിലിരുന്നിട്ട് വന്ന ഈച്ച. ഇനി പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയാണ്. അങ്ങനെ ഇപ്പൊ ഫുഡ് ഇങ്ങനെയൊക്കെ വന്ന് കറങ്ങി. അപ്പൊ ഞാൻ തട്ടിക്കളഞ്ഞിട്ട് തൊടല്ലേന്ന് പറഞ്ഞു. അപ്പൊ ഇത് വന്ന് ഈ ടേബിളിലിരുന്നു. അങ്ങനെ ഞാൻ ഒരു ടിഷ്യൂല് കുറച്ച് മോരൊക്കെ ഒഴിച്ചപ്പോ അതൊക്കെ വന്ന് കഴിച്ചു. ചേട്ടാ കേക്കണം, മോരൊഴിച്ചത് ടിഷ്യൂ പേപ്പറിൽ. നാട്ടുകാര് പറയും കണ്ണന്റെ പെങ്ങളാണെന്ന് പറയണത് വരെ വെച്ചിട്ട് ഒരു ഇനി ബിഹേവിയർ എന്ന് പറയും. അതെന്തൊരു ബിഹേവിയർ? അത് പുതിയ ഒരു കമന്റ് വന്നേക്കണം നാർസിസ്റ്റ് ആണെന്ന്. ആണോ? പോടാ തെറാപ്പിക്ക്. ഓക്കെ, അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഇരിക്കുകയാണ്. ഞാൻ വന്നപ്പോ അടിക്കാൻ നോക്കി, പക്ഷെ സമ്മതിച്ചില്ല ഇവള്. എനിക്ക് ആ ഈച്ചിനെ പറയണം. ഇവള് പെട്ടതാണ്. ഇവള് കുപ്പിക്കകത്തിട്ട് കൊണ്ടുവന്നിട്ടേ ഇവള് അവിടെ എത്തിയപ്പോഴേ തുറന്നിട്ട് ആ ടേബിളിൽ പോയി ഇരുന്നോണേ. എടാ എന്നിട്ട് ഇവളുടെ കൂട്ടുകാരി വിളിച്ച് അഗ്രങ്ക ഈ കഥ എടാ. അപ്പൊ ഇവളി കഥ പറഞ്ഞു. അപ്പൊ ഉടനെ അവളവിടെ നിന്ന് അയ്യോ ഇത് മറ്റേ നാനിയായിരിക്കും, നാനിന്ന്. എടാ ഇതുങ്ങളൊക്കെ ഒരേ കണക്കാണ് ഇരിക്കണത്. അഗ്രങ്ക നിന്നെ ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. ഈച്ചയില ഒരുപോലെയാണല്ലോ. ശരിയാണ്. പുട്ടുണ്ട്, കടലക്കറിയുണ്ട്, മുട്ടക്കറിയുണ്ട്, ശുണ്ടുവിന്റെ പപ്പടം ഉണ്ട്. അവന് അല്ല പൂരിന്ന് അവനിപ്പോ പറഞ്ഞ് പഠിപ്പിക്കണോ, വേറെ എന്തെങ്കിലും പറയും. അവന് ശുണ്ടുവിന്റെ പപ്പടം ഉണ്ട്. ഞാൻ പറയുമ്പോ ആരും വിശ്വസിക്കൂല. എവിടെ ഇറങ്ങിപ്പോടാ ചെറ്റേ. ഒരു പാത്രം വെച്ച് ഫുഡ് കൊടുക്കും. ആ ഈച്ചനും വന്നില്ലെങ്കിലോ ഞാനിത് പബ്ലിക് ആക്കി. അത് അത് വരുമ്പോഴത്തേക്ക് ഇവള് വ്ളോഗ് ഇട്ട് കൊടുക്കും. ഇന്നലത്തെ വ്ളോഗ് ഇതായിരുന്നു. ചിലപ്പോ സിനിമ ഇട്ട് കൊടുക്കും. ഇവള് വ്ളോഗ് ഇട്ട് കൊടുക്കും. ചിലപ്പോ എനിക്ക് കൂട്ടുകിടക്കാൻ ഒരാളും കൂടെ വേണം. കണ്ട ഈച്ചയൊക്കെ എന്നെ ഒന്ന് രാത്രി എലിമിനേറ്റ് ചെയ്തിട്ട് പോകും. ആ ശുണ്ടു പപ്പടം.
അത് തന്നെ എടുത്തോ മക്കളെ. സാമ്പാറും വന്നു ഗൈസ്, ഇഡ്ഡലിയും വന്നു. നമ്മളെല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിക്കട്ടെ ഗൈസ്. നമ്മള് ഇറങ്ങാറായപ്പോഴത്തേക്കും വർഷ എവിടെ? ബാ വർഷേ, കേറ്റായോട്ട് കേറണില്ല. ദാ നിന്റെ ബോയ് ഫ്രണ്ട് ഓടി വരുന്നുണ്ട് നിന്നെ രക്ഷിക്കാൻ. ഓ ചവിട്ട അറിയാവോ? എന്നാ ബാ. ആഹാ ഇന്നലെ എന്റെ സ്വപ്നത്തിൽ ഞാൻ സൈക്കിള് ചവിട്ടിയപ്പോഴാണ് എന്നെ മറ്റേ പട്ടി ഓടിച്ചതാ. ഓ രാത്രി പട്ടി അടിച്ചെന്നും പറഞ്ഞിട്ട് ഉറക്കത്തിൽ കിടന്ന് ഞാൻ ഞെട്ടിപ്പോയി ഉറക്കത്തില്. അതിന് ഞാൻ എന്തിനു ഞെട്ടി? ഞാൻ പേടിച്ചു. ഞങ്ങള് കണ്ട് വ്ലോഗില് കിട്ടിയില്ല. സൈക്കിള് ചവിട്ടി പോയ ആൾക്കാർ കേറ്റത്തില് പറ്റൂല, ഗിയർ സൈക്കിൾ അല്ലല്ലോ ഇത്. പേരിയില് ഞാൻ 2 സൈക്കിൾ ഒന്നിച്ച് ഒറ്റയ്ക്കാണ് കണ്ടു. ഞാൻ അതെടുക്കാൻ ഓടി വന്നപ്പോഴത്തേക്ക് രണ്ടുപേരോട് നോക്കി വെച്ചോട്ടല്ലേ സൈക്കിളുകൾ വീട്ടിൽ കൊണ്ടുപോകും. ഓ മൈ ഗോഡ്, അയ്യോ അവൻ ജീവനും കൊണ്ട് ഓടണേട്ടാ. എടാ പ്രേമ, എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല എന്ന് പറഞ്ഞ് പോവേടവേ. ആ കണ്ണാ അപ്പിട്ട് തീർന്ന. ആഹാ സുഖോട്ടത്. എടാ പി സൈക്കിൾ ചവിട്ടി പോയി. ഓ അതെ. അയ്യോ ഇവളെന്തിനു കാണിക്കണ, ഒരു സുഖം ഇല്ലാത്ത. ആ ഓക്കെ 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 ഓക്കെ. ചുണ്ടു ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഇങ്ങോട്ട് ആ അങ്ങോട്ട് പോവാൻ. നീ അതിന് തേരിയിലോട്ട് പോയില്ലല്ല. ഇന്നലെ മറ്റേ ഗുഹ കയറിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടാ. അയ്യോ എന്താ വീല് ചെയ്യട്ടോ ഞാൻ സൈക്കിള്. എവിടെ എന്നാ ഞാൻ വീല് ചെയ്യാൻ പറ്റും നോട്ടെ. അതിരുന്ന് ചാടാനല്ല പറഞ്ഞത്. ഈ മാസം ഹോസ്പിറ്റൽ വാറൊക്കെ ആണോ? നല്ലതാ. കൊച്ചച്ഛന് സൈക്കിള് വേണോ? അവിടെ വെച്ചോ. ബാക്കില് പീപ്പി ചേച്ചി കൊച്ചുമായിട്ട്. അതാണ് സംഭവം. പ്രോസിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. ഈ പ്രായത്തിൽ കാണിച്ചാലേ പറ്റി കഴിഞ്ഞാലേ എന്റെ പ്രോസും കോൺസും ഞാൻ വീല് ചെയ്യും. നീ കണ്ടില്ലല്ല? നീ കണ്ട? നീ അല്ലടി എടി ഞാൻ ചവിട്ടിയാണ് പൊക്കിയത്. നമുക്ക് ചെയ്യുമ്പോ അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ചവിട്ടിട്ടല്ലേ പൊക്കിയത്. നീ എവിടെ പോടി എന്റെ ഇടയിൽ കൂടെ? നമ്മള് പതുക്കെ ഇനി ഇറങ്ങട്ടെ. ഞങ്ങൾ പതുക്കെ ഇറങ്ങട്ടെ. ബൈ ബൈ. ഓക്കെ അപ്പൊ ഞങ്ങൾ പതുക്കെ ഇറങ്ങട്ടെ. ബുലീറോയിൽ പോവുകയാണ് ഞങ്ങൾ. ഹലോ ബ്രോ, സുഖാണോ? അടിപൊളി. ടാറ്റാ. ഞങ്ങൾ ഇറങ്ങുകയായി. ഇളയമ്പ്രാട്ടി ആയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഓ ഇളയമ്പ്രാട്ടി സൈക്കിളിൽ ഓട്ടി ഓടി പിണ്ടുള്ള രീതിയാണ്. ഓ നോക്കേ എന്തോരം റോസാപ്പൂക്കളാണെന്ന് നോക്കിയാണ്. ഹായ് 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 ഹായ്. പക്ഷെ ഇതൊന്നും നമ്മൾ അവിടെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഈ ഒരു പൊലിപ്പ് വരൂല കൈസ്. കാരണം തമിഴെന്ന് തണുപ്പത്താണത് കുറച്ചുകൂടെ നല്ലതായിട്ട് വിരിയണത്. കുഞ്ഞ നമ്മൾ ഏതൊക്കെയോ മരം നോക്കി വെച്ചിട്ടില്ലായിരുന്ന. ആ പുഴുവണം. ഐ മീൻ ചെടി ഓടിക്കണം. ചന്ദനമരം ഇപ്പൊ വളർത്താറെന്ന് തോന്നണല്ലേ? ഓക്കെ ഗൈസ്, ഞങ്ങളുടെ കാറിലോട്ട് പോട്ടെ. കാർ നമ്മൾ താഴെ ഇട്ടേക്കല്ലേ ഗൈസ്. ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ടും മരത്തക്കാളി കൂടെ വേണം. നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. ആഹാ അയ്യോ നല്ല സന്തോഷമുള്ളൊരമ്മ. പട്ടാണി വേണ്ട. ഇതൊരു കിലോ എടുത്തോ. 2 കിലോ. മരത്തക്കാളി ഒരു 1/2 കിലോ എടുത്തോ. ഇത് 1 കിലോയുടെ 2 പാക്കറ്റ്.
ഓക്കെ. അമ്മയ്ക്ക് കൊടുക്കാം. എത്ര ഇത്? കിലോ. ആ അപ്പൊ 2 കിലോ. 3 കിലോ. എത്ര? 2 കിലോ. 2 കിലോ. 1 കിലോ പോരെ? നമുക്ക് 1 കിലോ മതി. ധാരാളം. 2 കവറായിട്ട് ചേച്ചി. അത് 1/2 കിലോ. ഇതിപ്പോ 1 കിലോ 1 കവറ്, 1 കിലോ 1 കവറ്. മരത്തക്കാളി 1/2 കിലോ. എന്താ പേര്? അമരാവതി. ഓ, പ്രമാദமான പേര്. എവിടെ സ്ഥലം? ഇവിടെ തന്നെയാണല്ലേ? ആഹാ. ഹലോ, നമസ്കാരം. എന്താ ബ്രോ പേര്? ബാലു. ബാലുവിനൊരു കിടിലൻ പേരിട്ട് കൊടുക്കാം. ഓ, ബാൽ മുരുകൻ. ഇത്ര കിടിലൻ പേരിനാണ് ചുരുക്കിയത്. ഓ, നൈസായിട്ട് മോനോട്ടൊരു കൊട്ട്. നമ്മൾ ഏഞ്ചലിന്റെ അടുത്ത് വീണ്ടും എത്തി ഗൈസ്. കുഞ്ഞ കമ്പടിക്കണ്ടേ എന്റെ? ഏത് കമ്പടിക്കുമെന്ന്? അത് വേണ്ടേ? അതുണ്ടല്ലേ? ആ കണ്ണാ, 2 കമ്പടിച്ചോടാ അവക്ക് ഗൈസ്. ഇത് നോൺ ആൽക്കഹോളിക് സ്ട്രോബെറി വൈൻ. പറഞ്ഞു വെക്കാം. എന്നാ തൈ. ഇത് പിടി, ഞാൻ പിഴുതു തരാം. തയ്യും കമ്പും കൂടെ എടുക്കാം. കാര്യം ഏതാണ്? വേരില്ലാതെ എങ്ങനെ ഒരു ചെടി പൊടിക്കും? പിടി പിടി. ചിരിക്കണത് എന്നാ? നീ പോയി പിടിച്ച് പിഴുതോട്. അങ്ങനെയാണ് പഠിക്കണത്. കണ്ടുപിടി. ആദ്യം വേര് കണ്ടുപിടിക്കണം, എന്നിട്ട് പയ്യെ പയ്യെ എടുക്കണം. അകത്തോട്ട് മിക്സ് ചെയ്യണം. കണ്ട? എനിക്ക് തോന്നേ ഇത് മേളിലുള്ളതിനെക്കാട്ടും താഴോട്ടാണ് വളർന്നിരിക്കണേന്ന് തോന്നുന്നു. ഇതുണ്ടല്ലോ, വന്ന് മറ്റേ വലിയ മരത്തിന്റെ വേരി കൂടെ ചേരും കേട്ടാ. ഇത് ശരിയാണ്. അതാ വീടിന്റെ അടിത്തറയല്ലേ? ഓ എടി, ഇതേ കണക്കല്ലേ ഞാനും പിഴുന്നത്. പക്ഷേ അത് കുഞ്ഞായിരുന്നു. ഇത് വലിയ വേര് പോയത്. ഫോൺ. സ്കൂളിന് ചുറ്റുമുള്ള ചെടികൾ നശിപ്പിച്ച കേസ്. അതല്ലേ വേണ്ടത്? പിന്നെ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ്. പി നോക്കുകയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇല്ല, അവളിത് പിഴുതെടുത്ത് വീട്ടിൽ കൊണ്ട് നടയാണ്. അതിന് ഇത് നടാൻ പറ്റൂലല്ലോ. ഇത് നടാം. ഈ വേരിൽ ചിലപ്പോ പൊടിക്കും. പക്ഷെ മെയിൻ വേര് ഉള്ളത് വേണം. ഈ മരം അങ്ങോട്ട് എടുത്താലോ? എവിടെ കയറ്റും? നീ ഇറങ്ങി പോവോ വണ്ടിന്ന്? വിളിക്കട്ടെ. ഇതിന്റെ വേരെവിടെ? ഈ ചെറിയ മണക്കൂ സാധനമാണ് പേര് കേട്ടാ. കണ്ണന്റെ മറ്റേ ഒടിഞ്ഞ പൂവില്ലേ, അതിന്റെ ഒരു തൈ ഞങ്ങൾക്ക് കിട്ടി കേട്ടാ. കണ്ണ, നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മറ്റേ ഒടിയണ പൂവില്ലേ, അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. കിട്ടും. മിക്കവാറും നമ്മളെ റിസോർട്ടിലെത്തും. ഒടിഞ്ഞു പോയി. അല്ല, ഇത് വേറല്ലേ? ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഇതെങ്ങനെ കൊണ്ടുപോയി ഇത്രയും വലിയ വേരൊക്കെ? മടക്കി കാറി കയറ്റി. കവർ കിട്ടൂല. അടുത്ത സെറ്റ് ഓഫ് ചെടികൾ പൊടിച്ചാ മതിയായിരുന്നല്ലേ നമ്മള് കൊണ്ടുപോയിട്ട്. പൊടിക്കും ഇതൊക്കെ. പൊടിപ്പിക്കണം. കമ്പെടുത്ത് കുഞ്ഞേടാ, അതും പിടിച്ച് ഒടിച്ചളയല്ലേ. സുഹൃത്തുക്കളെ, നമ്മൾ ചെടി പറിക്കൽ മഹാമഹത്തിൽ നിൽക്കുകയാണ്. ഇതാണ് കൊറിയമ്പൂ. അതും ഇവിടെ ഉണ്ട്. എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടിയല്ലേ നമുക്ക്. ഇങ്ങോട്ട് വന്ന പീപ്പി മറ്റേ വണ്ടി നിർത്തിയിട്ട് പറിച്ചോണ്ട് വന്ന പൂവും കിട്ടി ഗൈസ്. കിട്ടി. നിന്റെ മോനൊരു ചെടിപ്രാന്തനാവും കേട്ടോ ഇങ്ങനെ പോവാണെങ്കിൽ. മകളെ, ആ ചെടി പറി നോക്കട്ടെ. ഓ, ദാണ്ട പറിച്ചു. അതെ, അപ്പുറത്ത് കൊണ്ട് കിടന്നോ? അതെ, ഒരു ലോഡ് ചെടിയും പറിച്ചിട്ട്. ഹലോ ബോട്ടണിസ്റ്റേ, എനിക്ക് 4-5 വെറൈറ്റി ഇങ്ങനെ നമ്മൾ എടുത്തില്ലേ? അയ്യോ, അതും എന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ പോയണങ്ങോട്ട് ഇപ്പൊ മതിലിക്കാരി പോണ ഇങ്ങോട്ട് മതി. പോണ വഴിക്ക് എന്റെ കൂട്ട്, നിന്റെ മോൻ കൂട്ടുമുണ്ട്. ഇത് കൂടി ഞാൻ പിടിച്ചേരാ. കുഞ്ഞ പറച്ചോളെ അപ്പുറത്ത് പോണോ? ഇത് ആരടാ ഇപ്പൊ പൂറിക്കാൻ നടക്കണത്? എന്നിട്ട് എല്ലാത്തിന്റെ ഇലയും പിച്ചിക്കൊണ്ട് വരെയാണ്. ചേട്ടന്മാരെ, താങ്ക് യു, ടാറ്റാ. പോവാം. മൂന്നാർ ട്രിപ്പ് അവസാനിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. അതെ, വട്ടവട ട്രിപ്പ്. ഇനി നേരെ മൂന്നാർക്ക്. ഇനി മൂന്നാർക്ക്, പിന്നെ അവിടെ നേരെ എറണാകുളത്തോട്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ഗോയിങ് ബാക്ക് ഗൈസ്. നമ്മള് വഴി തെറ്റിയെങ്കിലും നമുക്ക് മൂന്നാറിന്റെ വട്ടവടയുടെ ഉൾപ്രദേശങ്ങൾ, അതായത് ഇവിടെയുള്ള വീടുകളുടെ വഴിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ. ഞാൻ സത്യം പറയട്ടാ, ഈ വഴിയൊക്കെ അറിയട്ടോ നമ്മള്.
ആണോ? അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നിനക്ക് ശ്രദ്ധ കൂടിയോണ്ട് ഓർക്കാത്ത. അയ്യോ എനിക്ക് ഓർമ്മ ഈ വഴി നമ്മൾ വന്നത് ഓർമ്മയില്ല നിനക്ക്. ഇവിടെ ലെഫ്റ്റ്. കുതിര 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 ജീവിതം അടുത്ത് നിക്കണം തോന്നുന്നു. ഇത് ഈ കളറിലുള്ളത് ഇവിടത്തെ അമ്പലങ്ങളാണ് കേട്ടോ. ഈ അമ്പലം വഴി ഇന്നലെ കയറി പോയതല്ലേ ഉള്ളൂ. അപ്പഴേ നീ പറഞ്ഞായിരുന്നു ഞാൻ വിചാരിച്ച വഴി തെറ്റിയെന്ന്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടത്തെ. വേറൊരു ജിയോഗ്രഫി, വേറൊരു രൂപരേഖ. ഈ സമയത്തെ വിഷ്വൽസിൽ ചെറിയൊരു ബ്ലർനെസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണാടിയിൽ പൊടിയിരിക്കുന്നതുകൊണ്ടാണ്. മാറ്റി കൊടുക്കാം. ഇപ്പൊ മാറിയാ? ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ കൂടെ വണ്ടി ഓടിച്ചു പോണത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സെഡാനുകളുമായി വരാതിരിക്കുന്നതാണ് എപ്പോഴും പ്രിഫറബിൾ. പക്ഷെ നമ്മുടെ സെഡാനേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ സെഡാനിൽ കറങ്ങുന്നു. ഇവിടെ കണ്ട തെരഞ്ഞെടുപ്പ് ലഹരിയിലാണ് നാട്. BJP, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് എല്ലാവരുടെയും കൂടിയുണ്ട്. ഇല്ല 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 ഇത് ഇവര് മറ്റേ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട തമിഴിലാണ് ഇവിടത്തെ സ്ഥാനാർത്ഥിയുടെതൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ മലയാളികളാണ് അവര്. പക്ഷെ ഇവിടെ ഉള്ളവര് തമിഴാണ് സംസാരിക്കുന്നത്. ഇതെന്തിനാണ് ഈ തമിഴ് എഴുതിയേക്കണ? ഈ റിവാളിന്റെ തൊട്ട് താഴെയായിട്ട് അതായിരിക്കും അല്ലേ എഴുതി വെച്ചേക്കണം. തമിഴ് അറിയാന്നുള്ള ആരെങ്കിലും കമന്റ് എടുക്കുക. ഇതാണ് നമ്മുടെ മലയോര കാഴ്ചകൾ. ഇനി ഞങ്ങൾ മല ഇറങ്ങി താഴെ എത്തട്ടെ. നമ്മൾ പോണ വഴിക്ക് ഇവിടെ ഒരു അണ്ണൻ റോട്ടിൽ വെച്ച് ക്യാരറ്റ് വിറ്റോണ്ടിരുന്നു. ഫ്രഷ് താനേ, ഫ്രഷ് അല്ലേ? ഫ്രഷ്. ഒരു പിടി. ഇതെത്ര പിടി? 4 പിടി 100 രൂപ. ഇതെത്ര പിടി? 4 പിടി. ഇത് 100 രൂപ. അതെടുത്തോ. 4 പിടിന്നല്ലേ? ബീട്രൂട്ട് വേണ്ട. ബീട്രൂട്ട് വേണോ? അയ്യോ നിന്റെ ഉണ്ടാ? വീട്ടിൽ കൊടുക്കായിരുന്നു ബീട്രൂട്ട്. അല്ലല്ലേ? എന്നാ പിന്നെ വേണ്ട. എടാ അങ്ങനെ പറ. നമ്മള് ക്യാരറ്റ് വാങ്ങാൻ നിർത്തിയ സീനറി വിഷയം കേട്ടാ. എന്നിട്ട് എക്സ്ട്രാ ആയിട്ട് നമ്മള് കുറച്ച് ബീട്രൂട്ട് കൂടെ പറഞ്ഞു. 4 പിടി ബീട്രൂട്ട് 100 രൂപയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ അല്ല 1 തരം തോരനോ മെഴുക്കുവരട്ടോ ഉണ്ടായി തരും. ഷുണ്ടു എങ്ങനെയുണ്ട്? ഇഗ്നോർഡ്. ബ്ലൈൻഡ് ആയ പോലെ ഇരിക്കും. വേണ്ട, നീ ഏറി പോകുന്നുണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന്. ഓക്കെ. ബീട്രൂട്ടിന്റെ മേളിൽ എന്താ? ചീരയോ? ആണോ? താങ്ക് യു അണ്ണേ. ഓക്കെ சரிங்க. എന്റെ പൊന്നി രക്ഷകി നിന്റെ കരുണാനിധി അല്ലടാ, കണ്ണോപ്പറേഷൻ കഴിഞ്ഞ അമ്മ വെച്ച പൊന്നെ. കുഴപ്പമൊന്നുമില്ല. ഒരു കാടിളകി പോകുന്ന കണക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ ഇവന്റെ കാലിനിടയില്? നീ എന്തിനാ പറഞ്ഞിരിക്കണം? ക്യാരറ്റും ബീട്രൂട്ടും. എന്തൊരു അല്ല കാണിച്ചു കൊടുക്കട്ടെ. കണ്ട ഇഷ്ടം പോലെ കാട്. ഷുണ്ടു അവിടെ പി നല്ല ഉറക്കം കേട്ടോ. പാവം ടയേർഡായിപ്പോയി. ഇന്ന് പിക്ക് കുറച്ച് മോഷൻ സിക്നസ് വന്ന കേസ്. ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മറ്റേ നമുക്ക് ഇതിൻ്റെ അകത്ത് മീറ്റർ ഡാഷിനകത്ത് ജി മീറ്റർ ഇടാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജി ഫോഴ്സ് കാണാൻ പറ്റുന്ന സാധനം. അപ്പോൾ അതൊരു ഉണ്ട വരും. 2 വലിയ സർക്കിൾ അതിൻ്റെ അകത്തൊരുണ്ട്. അപ്പോൾ ആ ആദ്യത്തെ സർക്കിളിനകത്ത് നിർത്തുകയാണെങ്കിൽ കൂടെ വണ്ടിയിലിരിക്കുന്നവർക്ക് അധികം മോഷൻ സിക്നസ് വരില്ല എന്നും പറഞ്ഞിട്ട് ഇവളെ ഓട്ടിക്കായിരുന്നു. ഇവളാണെങ്കിൽ ആ ഉണ്ട നോക്കി വണ്ടി ഓട്ടിച്ച് ഛർദ്ദിക്കാറായി. എന്നിട്ട് ഞാൻ ഉണ്ട മാറ്റി ഇപ്പം നോർമലാക്കി കൊടുത്ത്. പക്ഷെ അത് ട്രിക്ക് ആർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ടോ എന്ന് പറഞ്ഞുകൂടാ. ഞാൻ ചെയ്യുന്ന സാധനമാണ്. ഞാൻ മിക്കവാറും വണ്ടി ഇല്ലേ ഒരു കംഫർട്ട് ഉണ്ട്. അതെ പയ്യെ വളയ്ക്കുമ്പോൾ ജി ഫോഴ്സ്. അതെ. അപ്പം ഇതിനകത്ത് അത് നമുക്കൊരു ഐഡിയ കിട്ടും ഏതാണ് സേഫ് അല്ലാത്തതെന്നുള്ളൊരിത്. അപ്പോൾ നമ്മൾ അടിമാലി എത്തി. ഇനി പൊക്കോണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും നിർത്തി കുറച്ച് കഴിക്കണം. വരട്ടെ. ഇനി കഴിക്കാൻ നിർത്തുമ്പോഴത്തേക്കും വരാം ഗൈസ്. ഓക്കെ അമ്മൂമ്മ. ഓക്കെ കരുണാനിധി സൈനിങ് ഔട്ട്. വരാം ഗൈസ്. കാർത്തിക് സൂര്യായിട്ട് കുറച്ച് നേരം ഗൈസ്. പോണ വഴിക്ക് ഒരു ആനയെ നമ്മൾ സ്പോട്ട് ചെയ്തു. ഷുണ്ടുവിനെ വരുന്ന വഴി ആനയെ കണ്ട. അങ്ങനെ നിർത്തിയതാണ്. ഷുണ്ടു ആന
അവന്റെ ജീവിതാഭിലാഷമാണ് സുഹൃത്തുക്കളെ. അവന്റെ കൂട്ടുകാരന്റെ മോനാണ് ഷുണ്ടു. ആന തൊട്ടോ, ആനപ്പുറത്ത് കയറണോ? ഹായ് ഹായ്. അകത്തിരുന്ന് പ്രതിമയെ പേടിച്ചിരിക്കുന്ന ഒരമ്മ. ഈ ആന കടിക്കൂല, ഇറങ്ങി വാടി. ഗൈസ്, പോകുന്ന വഴി നമ്മൾ കോക്കോ ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു കടയിൽ എത്തിയിരിക്കുകയാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത്. അപ്പം എറണാകുളത്ത് എത്തിയാടാ നമ്മള്? ആണോ? എറണാകുളം എത്തിയ മക്കളെ നമ്മള്? അപ്പൊ ഉള്ളതല്ലേ അത്. വരൂ ഗൈസ്. അപ്പോൾ എറണാകുളത്ത് ഒഫീഷ്യലി എത്തി. എന്തെങ്കിലും ഇവിടെ നിന്ന് കഴിക്കട്ടെ ഗൈസ്. നമ്മള് 3 ചിക്കൻ ബിരിയാണിയും അവനൊരു ക്വാർട്ടർ മന്തിയും പറഞ്ഞു. എങ്ങനെയുണ്ടാ? ആണോ? എന്തായാലും വിശന്നിരിക്കുകയാണെങ്കിൽ നമ്മളിനി കഴിക്കട്ടെ. സുഹൃത്തുക്കളെ, കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്തു. ഇപ്പോഴത്തെ സാരഥി PP ആണ്. ഹലോ PP സാരഥി. ഹായ്. എന്തായാലും നിന്റെ തലയിലൊരു കൊണ്ട. ആണോ? അയ്യോ, നല്ല ചൂടാ പുറത്ത്, പുഴുങ്ങണ ചൂട്. ഞങ്ങൾ ബാക്കിൽ ചില്ലിങ് ആണ് സുഹൃത്തുക്കളെ. കാലിനിടയിൽ ബീട്രൂട്ടുമായി കണ്ടൻ ഒരു സൈഡിൽ, കാലിനിടയിൽ പാമ്പറുമായി കാർത്തിസ് വരിക ഈ സൈഡിൽ. ഇനി നേരെ ഓഫ് ടു കപ്രശ്ശേരി. സുഹൃത്തുക്കളെ, ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം തലയിൽ കൊണ്ടയുള്ളവളെ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ ഓടിച്ചിട്ട്? നമ്മള് 10:45 ഇറങ്ങിയാണ്. വൈബ് ട്രിപ്പായിരുന്നു. അമ്മ നടു നല്ല ട്രിപ്പായിരുന്നോ? ഷുണ്ടുവിന്റെ അച്ചാച്ചൻ തോന്നിരിക്കണേ. ഷുണ്ടു ഓടുന്നു. വീട്ടിൽ കയറി പോടാ. ഓ തളന്ന്. സന്ദീപ് ഇങ്ങെത്തിയായിരുന്ന? ആണാ? ഉറങ്ങണാ? ആഹാ, സന്ദീപ് നീരാട്ടന്റെ ഒക്കെ റെഡി. ഓഫ് ഗൈസ്, നമുക്ക് വീട്ടിൽ എത്തിയിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കാൻ. നമ്മുടെ ഡിക്കി ചെയ്യാം. തുറന്നേടാ സാധനങ്ങൾ. എന്നിട്ട് എടുക്കാനുള്ളതൊക്കെ എടുത്തോ. ഒരു ആഗോള തര ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അതാണ്. ചെടിയൊക്കെ ഒന്ന് വെള്ളം തെളിച്ച് വെക്കണമെന്ന് തോന്നാട്ടാ. ഓ അതിപ്പോ റെഡിയാക്കാടാ നമുക്ക്. ക്യാരറ്റ്, ബീട്രൂട്ട്. നിന്റെ ഒരു കാർഡ് നിന്റെ അടുത്തല്ല, ചെടിയുടെ അടുത്താണ് പറഞ്ഞത്. ഇതൊന്നും ഒതുക്കട്ടെ കേസ്. നിന്റെ പൂവണക്കിരിക്കണം. ഓക്കെ, നമ്മളൊന്ന് എന്റെ ആസ്ഥാന ചിഹ്നമായി ഞാൻ ഭാവി ഇലക്ഷനിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ഒടിഞ്ഞ പൂ. അതെ, ഒരു പൂച്ചുണ്ട്. ഓക്കെ കേസിന് നമ്മളൊന്നല്ല ഒതുക്കട്ടെ. രാത്രി ആയപ്പോ ഡിന്നർ കഴിക്കായിരുന്നു. സന്ദീപ്, നീ എപ്പോ എത്തിയടാ? മാമ്പഴ പുളിശ്ശേരി ഇപ്പോഴുണ്ട് സുഹൃത്തുക്കളെ. ഞങ്ങൾ കുറച്ച് ചപ്പാത്തി കഴിച്ചിട്ട് മാമ്പഴ പുളിശ്ശേരിയോട് കടക്കാന്നുള്ള പ്ലാനിങ്ങിലാണ്. എന്തായാലും കഴിച്ചിട്ട് വരാം. ഇവിടെ ആരാ അണ്ടി കുട്ടി? ഇവനാണോ അതോ ആ മുതുകാണോ? ആണല്ലേ. 1 കുട്ടി, 2 കുട്ടി. എന്താണ്ടാ ഷുണ്ടു? എന്താ ഓഹോ, നീ എന്താ ഇങ്ങനെ വിയർക്കണ സന്ദീപ്? നിനക്ക് ഷുഗർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ, കൊളസ്ട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഓ 2 വണ്ടി. ഷുണ്ടു കേറി. റേസ് റേസ്. ഓ കുഞ്ഞ സ്റ്റക്കായി. എടാ ഇതിനെവിടെ തന്നിട്ട് പോട്ടാ. ഇവൻ ട്രക്ക് ഡ്രൈവറും അവള് കുതിരക്കാരി. അമ്മ കാല് ആക്സിഡന്റ് ആയനെ ഇപ്പൊ. അവൻ ക്രഷിനെ ഇംപ്രസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുകയാണ്. മതി, ഇനി ഞാൻ കുതിരയിലെന്ന്. എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ചൊരു ട്രാഫിക് നോക്കിയിട്ട് 10 മണിക്ക് ഇറങ്ങാന്നുള്ള പ്ലാൻ ചെയ്യണം. 10 മണി ഇറങ്ങിയാ പോരാ. അപ്പൊ അതുവരെ വി ആർ ചില്ലിങ്. എടാ ഒന്നിനെ ഇറക്കി വിട്ടപ്പോ അടുത്തവൻ കയറി പോണ്.
വിഷ്ണുജിത്തിന് ശേഷം മോട്ടോക്രോസിൽ ആരെന്നുള്ള ചോദ്യം കണ്ടാ അത്? ഓ സന്ദീപ് മറ്റേ ചില്ലറക്കാരല്ല, അവൻ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് പോവേണ്. ഓ ഷുണ്ടു റൈസ് റൈസ്. മുരുകനുണ്ടല്ലോ മയിലിനെ പുറത്ത് കയറി 3 ലോങ് ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും ഷും 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 എന്നും പറഞ്ഞാണ് നമുക്ക് ഇറങ്ങിയിട്ട് വന്നത്. കൊള്ളടാ സന്ദീപേ. ഒരു 2 റൗണ്ട് വന്നപ്പോഴത്തേക്കും എടാ നിനക്ക് കൊളസ്ട്രോൾ ഉണ്ട് കേട്ടോ, ഉറപ്പാണ്. അവന് 340 അല്ല ഇപ്പൊ അടുപ്പിച്ച് കാണും. ആ കണ്ണം സീരിയസ് ആയിട്ട് കുറയ്ക്കണുണ്ട്. നല്ല അമ്മേന്ന്. പോട്ടടാ മോനെ പോട്ടടാ, നമുക്ക് നിന്റെ ഏജിലുള്ളവരുമായിട്ട് പിടിക്കാം. കോക്കറി കാണിക്കണ. അയ്യേ അതിലൊന്നും തളരാൻ പാടില്ല. ഇപ്പൊ വിളിക്കും കുഞ്ഞമാന്ന്. ഒരുത്ത തളർന്നു വരുമ്പോ തോട്ട് അടുത്താവും പോണ്. ഈ കുടുംബത്തിലും വീട്ടിലും എല്ലാരും ഇങ്ങനെയാണ് അടി. എടാ അത് ചുണ്ടു പൂല്. അയ്യേ ഇച്ചിച്ചി തോറ്റുപോയേ. ആ 3-4 മുതുക്കുകൾ ഇരുന്നിട്ടും ഓ ഡ്രിഫ്റ്റ്. ഓ ആഹാ അത് ഫോണിലൊക്കെ കളിച്ചോണ്ട് വയ്യ കേസ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആർക്കും വയ്യ, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടിരിക്കണ ഇരിപ്പാണ്. ഓ വിഷ്ണുവിനെ തോപ്പിച്ചടാ നീ. നന്നായിട്ടുണ്ട്. നിന്റെ അമ്മായിയും അവിടെ കിടന്നു. ഈശ്വര ആർക്കാണ് ഞാൻ എന്റെ കൊച്ചിനെ കെട്ടിച്ചു കൊടുത്തത്? നിന്റെ അമ്മ ബാക്ക് ചെയ്യുന്നു. അവ ആലോചിക്കണം കേട്ടോ, വേണ്ടായിരുന്നു. ആ പൊങ്ങണില്ല മക്കളെ, അത് പൊങ്ങണില്ലടാ. അച്ഛൻ സ്കൂളിലൊക്കെ പോയി, അതിന്റെ ഗുണമാണ്. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് 10 മണിയോട് അടുപ്പിച്ച്. ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. ഇനി വ്ളോഗ് ഇവിടെ വെച്ച് എൻ്റെ ആണ് കേസ്. നാളെ നമ്മൾ തിരുവനന്തപുരത്ത് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കണ്ണടാ എന്താടാ ഒരു വിഷമം പോലെ. ഞാൻ ഒരു റീലിട്ട് എന്നെ മണിയമ്പിള്ള രാജു ആക്കി. മണിയമ്പിള്ള രാജു എവിടെയാടാ അത്? ആണ്ടാ കേസ് എവിടെ? അതാണ്ട് ഈ റീല് ഞാൻ ഇട്ട്. എവനാണ് പറഞ്ഞ അവനെ കൊളാബ് അടിക്കണം, എവനെ ടാഗ് ചെയ്യണം പറഞ്ഞിട്ട് റീൽ എഡിറ്റ് ചെയ്യുന്ന കണ്ടു. അപ്പൊ ഞാൻ പറയണ എന്നെ കൊളാബ് അടിച്ചോ, കുഴപ്പമില്ലെന്ന്. ഞാൻ അറിഞ്ഞില്ലല്ലോ. എടാ നല്ലതല്ലേ റീൽ, എന്ത് റീച്ചാണ്. അവൻ ഇത്ര റൊമാൻസ് എന്റെ അടുത്ത് ഞാൻ കണ്ടിട്ട്. പക്ഷെ കൊള്ളാൻ കേട്ടോ, നല്ല രസം. അല്ലെ നിനക്ക് പേടിക്കണം. അപ്പൊ അളിയ ഞാൻ പോയിട്ട് വരട്ടെ. എപ്പോഴും പോണേന്ന് പറഞ്ഞ തന്നിട്ടേ പോ. മക്കളെ പോയിട്ട് വരാ വേണ്ടി. ഷുണ്ടു അവിടെ ഷുണ്ടോ സുഹൃത്തുക്കളെ അവിടെ ഒരു കാടിറങ്ങുന്ന കണ്ടോ? അതെന്റെ ഭാര്യയാണ്. അവൾ ചെടിക്ക് വെള്ളം നനച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും ടാറ്റ. മെസ്സേജ് വല്ല എക്സ്ട്രാ പറഞ്ഞേ പറയണേ. ഓ അയച്ചു നിനക്ക് ടാറ്റ. പോടാ ദീപേ. ഗൈസ് ടാറ്റ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. പക്ഷെ ടാറ്റ എടുത്തേടാ. ഞാൻ പേടിച്ചു. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാൻ സുഹൃത്തുക്കളെ. ബൈ ബൈ.